നമസ്കാരം. വിജയ് സംഗീത വിവാഹമോചന കേസ് തമിഴകത്ത് വലിയ ചർച്ചാ വിഷയമായി തുടരുകയാണ്. ഗുരുതരമായ ആരോപണമാണ് സംഗീത വിജയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്നും ഇതാണ് ബന്ധം തകരാനുള്ള കാരണമെന്നും സംഗീത ഡിവോഴ്സ് പെറ്റീഷനിൽ പറയുന്നു. ഭർത്താവിന്റെ അവഗണന തനിക്കുണ്ടാക്കിയ അപമാനത്തെക്കുറിച്ചും മാനസിക വിഷമത്തെക്കുറിച്ചും സംഗീത പെറ്റീഷനിൽ പരാമർശിക്കുന്നുണ്ട്. വിവാഹമോചനം, ന്യായമായ ജീവനാംശം, നിലവിൽ താമസിക്കുന്ന വീട്ടിൽ തന്നെ തുടരാനാകണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് സംഗീത ഉന്നയിക്കുന്നത്. സംഗീതയ്ക്കെതിരെ വിജയുടെ PR ടീമുകൾ തിരിഞ്ഞിട്ടുണ്ട്. സംഗീതയെ വിജയുടെ രാഷ്ട്രീയ എതിരാളിയായ DMK തക്ക സമയത്ത് ഇറക്കിയതാണെന്നാണ് ഇവരുടെ വാദം. 27 വർഷത്തോളം നീണ്ട വിജയ് സംഗീത ദാമ്പത്യം അവസാനിക്കാൻ പോവുകയാണ്. മറ്റൊരു സ്ത്രീയുമായി വഴിവിട്ട ബന്ധം സൂക്ഷിക്കുന്ന ഭർത്താവിനൊപ്പം ജീവിതം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന ചിന്ത വന്നതിനാലാണ് വിവാഹമോചനത്തിന് സംഗീത തന്നെ മുതിർന്നത്. 5 വർഷം മുമ്പാണ് വിജയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ചു തുടങ്ങിയത്. അതും അവിവാഹിതയായ ഒരു നടിയുടെ പേരിനൊപ്പം പേര് ചേർക്കപ്പെട്ട്. എന്തായാലും വിജയുടെയും സംഗീതയുടെയും വിവാഹമോചന വാർത്ത ചർച്ചയാകുമ്പോൾ തന്നെ ജയൻ രവിയുടെയും ഭാര്യയായിരുന്ന ആരതിയുടെയും വിവാഹമോചനവും ഇപ്പോൾ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. വിജയ്ക്ക് ജയം രവിയേക്കാൾ സ്റ്റാർഡവും രാഷ്ട്രീയ പിൻബലവും ഉള്ളതുകൊണ്ട് സംഗീത വിവാഹമോചനം പ്രഖ്യാപിച്ചപ്പോൾ സഹതപിക്കാൻ ആളുകളുണ്ടായി. എന്തുകൊണ്ട് അത് തന്റെ കാര്യത്തിൽ സംഭവിച്ചില്ല എന്നാണ് ആരതി രവിയുടെ ചോദ്യം. ആരതി രവിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ചർച്ചയാകുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: തമിഴിൽ ഇപ്പോഴുള്ള 2 വിവാഹമോചനത്തിനും കാരണം ഭർത്താക്കന്മാരുടെ അവിഹിതമാണെന്നാണ് ഭാര്യമാരുടെ ആരോപണം. ഭാര്യ ആർതിയോട് ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെയായിരുന്നു രവിമോഹൻ എന്ന ജയം രവി ട്വിറ്ററിലൂടെ വിവാഹമോചനം പ്രഖ്യാപിച്ചത്. കെനീഷ ഫ്രാൻസിസ് എന്ന ഗായികയോടുള്ള അടുപ്പം കാരണമാണ് തന്നെ ഇത്ര എളുപ്പം ഒഴിവാക്കുന്നതെന്ന് അന്ന് ആരതി രവി ആരോപിച്ചു. ഇപ്പോഴും ഇരുവരുടെയും വിവാഹമോചന കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 രവിമോഹൻ ആരതി രവി വിവാഹമോചന വാർത്തകളും അവിഹിതവും സോഷ്യൽ മീഡിയയിൽ സജീവമായതിന് പിന്നാലെയാണ് 2026 വിജയ് സംഗീത വിവാഹമോചനം വാർത്തയാവുന്നത്. പ്രമുഖ നടിയുമായുള്ള അവിഹിതത്തിന്റെ പേരിലാണ് വിവാഹമോചനം എന്ന് ഹർജിയിൽ സംഗീത ആരോപിച്ചത്. അതിന് പിന്നാലെയാണ് വിജയ് തൃഷയ്ക്കൊപ്പം ഒരു പ്രൊഡ്യൂസറുടെ കുടുംബത്തിലെ വിവാഹത്തിന് ട്വിന്നിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് വന്നത്. ഇതേ രീതിയിൽ രവിമോഹനും ആരോപണ വിധേയയായ കാമുകിക്കൊപ്പം ട്വിന്നിംഗ് ഡ്രസ്സ് ധരിച്ച് മറ്റൊരു പ്രൊഡ്യൂസറുടെ കുടുംബത്തിലെ വിവാഹത്തിന് പങ്കെടുത്തിരുന്നു. ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരതി രവി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചത്. അന്ന് താൻ കരഞ്ഞപ്പോൾ കാണാത്തവർ ഇപ്പോൾ സംഗീതയുടെ കണ്ണീരിന് ഇത്ര വിലയും സിമ്പതിയും നൽകുന്നു. ഭർത്താക്കന്മാരുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചാണോ സഹതാപം എന്നാണ് ആരതിയുടെ ചോദ്യം. ആരതി രവിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: എന്റെ കാഴ്ചപ്പാടിൽ ഭാര്യയുടെ മാന്യതയെക്കുറിച്ച് പെട്ടെന്നുണ്ടായ ഈ ചർച്ചകൾ ഇൻട്രസ്റ്റിംഗ് ആണ്. പരസ്യമായി മറ്റൊരു ബന്ധത്തിലേക്ക് മാറുന്നതിലെ വിവേകശൂന്യതയും ഒരു ദാമ്പത്യം തകരുന്നത് ലോകത്തിന് മുന്നിൽ കാണേണ്ടി വരുന്നതിലെ മാനസികാഘാതവും ഒക്കെ ഇന്ന് ചർച്ചയാകുന്നുണ്ട്. ഇത്തരം ചർച്ചകൾ തെറ്റാണെന്ന് പറയാനാകില്ല. പക്ഷേ സമാനമായ ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം ഉണ്ടായപ്പോൾ ഇത്രയധികം ബഹളങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്നത് ചിന്തിപ്പിക്കുന്നു. അന്ന് പ്രതികരണങ്ങൾ വളരെ കുറവായിരുന്നു. പലരും കെട്ടിച്ചമച്ച കഥകൾ അന്ധമായി വിശ്വസിച്ചതുകൊണ്ട് പലതരത്തിലുള്ള മുൻവിധികളും നിഷേധാത്മകമായ നിലപാടുകളുമാണ് അന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം ഉയരുന്നു: ഒരു ഭാര്യയോടുള്ള സഹതാപം എന്നത് കൂടെയുള്ള പുരുഷന്റെ സ്വാധീനത്തിനനുസരിച്ചാണോ മാറുന്നത്, അതോ അവളുടെ വികാരങ്ങൾ കേൾക്കപ്പെടാൻ ശരിയായ രാഷ്ട്രീയമോ സാമൂഹികമോ ആയ ഒരു സാഹചര്യം വരണമെന്നുണ്ടോ? ഒന്നും കേൾക്കാൻ ഇടമില്ലാത്ത പരിമിതമായ ചുറ്റുപാടുകൾ കഴിയുന്ന അനേകം ശബ്ദങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷേ ഇപ്പോഴത്തെ ഈ മാറ്റത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അത്തരത്തിലുള്ള അപമാനം നിശബ്ദമായി സഹിക്കാൻ ഒരു ഭാര്യയും ബാധ്യസ്ഥയല്ല. പക്ഷേ ഇന്നും നമ്മൾ പ്രതികരിക്കാൻ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം: സഹതാപം എന്നത് അധികാരമുള്ളവർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാനുള്ളതല്ല. ഒരു ഭാര്യയുടെ അന്തസ്സ് എന്നത് ഒരിക്കലും അവളോടൊപ്പമുള്ള പുരുഷന്റെ പദവിയെ ആശ്രയിച്ചായിരിക്കരുത്. അതേസമയം തമിഴകത്തെ ഹോട്ട് ടോപ്പിക്കാണ് സംഗീത വിജയ് വിവാഹമോചന ഹർജിയും നടി തൃഷയുമായുള്ള നടനുള്ള വഴിവിട്ട ബന്ധവും. ഡിവോഴ്സ് വിവാദം കൊടുമിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തൃഷയ്ക്കൊപ്പം പൊതുവേദിയിൽ വിജയ് പ്രത്യക്ഷപ്പെട്ടതും ചർച്ചയായിരുന്നു. ജനം ഇപ്പോൾ സംഗീതയ്ക്കും മക്കൾക്കും ഒപ്പമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഫാമിലി മാൻ ഇമേജ് എല്ലാം വിജയ്ക്ക് നഷ്ടമായി. അതേസമയം തന്നെ ആരതി ജയൻ രവി വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ ഹെയ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിലും വിജയ്ക്കെതിരെ ഉയർന്ന അത്രത്തോളം വെറുപ്പ് ജയൻ രവിക്ക് നേരെ ആരും ആരതിയുമായുള്ള ബന്ധം വേർപെടുത്തുന്നുവെന്ന് അറിയിച്ചപ്പോഴോ പിന്നീട് പങ്കാളി കനീഷയ്ക്കൊപ്പം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴോ കാണിച്ചിരുന്നില്ല. ആരതിയുടെ പക്കൽ നിന്നും നടൻ രക്ഷപ്പെട്ട് പുറത്തു വന്നതാണെന്നും ആരതി ബോസി ആറ്റിറ്റ്യൂഡുള്ള ഭാര്യയാണെന്നുമെല്ലാം അന്ന് പ്രചരിച്ചിരുന്നു. ദാമ്പത്യത്തിലായിരുന്ന സമയത്ത് താൻ എന്തെല്ലാം നേരിട്ടുവെന്ന് ജയൻ രവി വെളിപ്പെടുത്തിയതും ആരതിക്ക് നെഗറ്റീവ് ഇമേജ് നൽകാൻ കാരണമായിരുന്നു. ഇതാണ് ഞാൻ കാണുന്ന വിധം. ഒരു ഭാര്യയുടെ മാനത്തെയും അന്തസ്സിനെയും കുറിച്ച് പെട്ടെന്നുണ്ടായ ചർച്ച ശ്രദ്ധേയമാണ്. ഒരു വിവാഹം പരസ്യമായി തകരുന്നത് കാണുമ്പോഴുണ്ടാകുന്ന വൈകാരികാഘാതത്തെക്കുറിച്ചും ഭാര്യയുടെ അന്തസ്സിനെക്കുറിച്ചും ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ശരിയാണ്. എന്നാൽ ഇതേപോലെ ഒരു സംഭവം കഴിഞ്ഞ വർഷം ഉണ്ടായപ്പോൾ ഇത്ര ശബ്ദമുണ്ടായിരുന്നില്ലെന്ന കാര്യം ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്. അതേസമയം തന്നെ ചിലർ ആരതി തന്റെ ഭാഗത്തെ തെറ്റുകൾ ന്യായീകരിക്കാൻ വേണ്ടി നടത്തുന്ന ഗ്യാസ് ലൈറ്റിംഗ് ആണെന്നും ഒരു വിഭാഗം ആളുകൾ കുറിച്ചു. വഴക്കിടുമ്പോൾ എല്ലാത്തിനും കാരണം നീയാണെന്ന് പങ്കാളിയോട് പറയുകയും ശരി എപ്പോഴും തന്റെ ഭാഗത്താണെന്ന് പറയുകയും ചെയ്യുന്ന രീതിയെയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്.
അതേസമയം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തൃഷയെ ഫോളോ ചെയ്യുന്നതിനും ഒരു വിഭാഗം ആളുകൾ ആർതിയെ വിമർശിച്ചു. ആർതിയെ തൃഷയും ഫോളോ ചെയ്യുന്നുണ്ട്. ജയൻ രവി ആർതി വിവാഹം നടക്കാൻ ഒരു കാരണക്കാരി തൃഷ കൂടിയാണ്. താൻ ഒന്നിപ്പിച്ചവരിൽ രവിയും ആർതിയും ഉണ്ടെന്ന ഒരു അഭിമുഖത്തിൽ തൃഷ തന്നെ പറഞ്ഞിരുന്നു. ജയൻ രവി ആർതി വിവാഹമോചന കേസ് ഇപ്പോഴും കോടതിയിലാണ്. പേരിൽ നിന്ന് ഇപ്പോഴും രവി ആർതി നീക്കം ചെയ്തിട്ടില്ല. കരിയറിന്റെ അത്യുന്നതിയിൽ നിൽക്കുമ്പോഴാണ് സിനിമാ ജീവിതവും സൂപ്പർ സ്റ്റാർ പട്ടവും ഉപേക്ഷിച്ച് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. എന്നാൽ തുടക്കം മുതൽ ആ യാത്ര വിജയ്ക്ക് അത്ര സുഖകരമല്ല. തലങ്ങും വിലങ്ങും വരുന്ന പ്രതിസന്ധികൾ നീങ്ങി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതാണ് ഇപ്പോഴുള്ള ലക്ഷ്യം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ വ്യക്തിജീവിതം ക്ലീനായി സൂക്ഷിക്കണം. അല്ലാത്ത പക്ഷം ജനപിന്തുണയെ പോലും അത് ബാധിക്കും. എന്നാൽ നടന്റെ ഇതുവരെയുള്ള എല്ലാ നല്ല ഇമേജും ഇല്ലാതാക്കിയിരിക്കുകയാണ് ഭാര്യ സംഗീതയുടെ വിവാഹമോചന ഹർജി. വിജയ്ക്ക് പ്രമുഖ നടിയുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന് സംഗീത തുറന്നു അടിച്ചതോടെ ഭൂരിഭാഗം ജനങ്ങളും ആരാധകരും താരത്തിനെതിരായി. കുടുംബവും ബന്ധങ്ങളും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെ സമൂഹം നന്നാക്കുമെന്നാണ് ഉയരുന്ന ചോദ്യങ്ങൾ. അതേസമയം തെരഞ്ഞെടുപ്പ് തൊട്ടരികത്ത് നിൽക്കെ ഇങ്ങനൊരു വിവാഹമോചന ഹർജി ഭാര്യ നടനെതിരെ ഫയൽ ചെയ്തത് ഒരു ഡ്രാമയാണെന്ന വാദമാണ് റെഡിറ്റിൽ പ്രത്യക്ഷപ്പെടുന്ന കമന്റുകൾ സൂചിപ്പിക്കുന്നത്. വിജയുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കിട്ടിയ പുതിയ ചില വിവരങ്ങളുണ്ട്. സത്യമായിരിക്കുമോ അല്ലെങ്കിൽ ഗോസിപ്പുകൾ മാത്രമാണോ എന്നറിയില്ല. വിജയും സംഗീതയും ചേർന്ന് നടത്തുന്ന ഡിവോഴ്സ് ഡ്രാമ ആണെന്നാണ് പറയുന്നത്. ഇതിലേക്ക് തൃഷയെ ഉൾപ്പെടുത്തിയതിന്റെ പിന്നിൽ മക്കളായ ദിവ്യ സാക്ഷിയെയും സഞ്ജയെയും രാഷ്ട്രീയ പ്രതികാരത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന ഉദ്ദേശമാണെന്ന് പറയപ്പെടുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ജെയ്സൺ സഞ്ജയെ ലഹരി കേസിൽ കുടുക്കാൻ DMK ശ്രമിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നായിരുന്നു തമിഴ്നാട് രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ഒരാൾ കുറിച്ചത്. ചിലർ സംഗീത വിജയ് തൃഷ വിഷയം ഒരു തമിഴ് സീരിയൽ പോലെ കാണുകയാണ്. വിജയ് നല്ലവനും ബാക്കിയുള്ളവർ എല്ലാം വില്ലന്മാരും എന്ന രീതിയിലാണ് അവർ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളെ കാണുന്നത്. പരസ്ത്രീ ബന്ധവും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ആഗ്രഹിക്കാത്തയാളാണ് വിജയ്. പക്ഷേ തന്റെ ഭാര്യയുടെയും മക്കളുടെയും ഭാവിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവരെ വിവാദങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മാറ്റി നിർത്താനും ബാധിക്കാതിരിക്കാനും വേണ്ടി വഴിവിട്ട ബന്ധം നടിയുമായി ഉണ്ടെന്ന് അദ്ദേഹം അംഗീകരിച്ച ജനങ്ങളെയും മറ്റ് പാർട്ടിക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തൃഷയുമായി ചേർത്തുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം സ്വന്തം തലയിൽ എടുത്തുവെച്ചത് സംസ്ഥാനത്തിനും ജനങ്ങൾക്കും വേണ്ടി വിജയ് ചെയ്ത ഒരു ത്യാഗമാണെന്നും ചിലർ കുറിച്ചു. അതേസമയം വിജയുടെ ഇപ്പോഴത്തെ ജീവിതം നാനേ രാജ നാനേ മന്ത്രി എന്ന റാണ ദഗുപാട്ടിയുടെ സിനിമ പോലെയാണെന്നാണ് മറ്റു ചിലർ പുതിയ ന്യായീകരണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് കുറിച്ചത്. നാനേ രാജ നാനേ മന്ത്രി എന്ന സിനിമയിലെ റാണയാണ് വിജയ് ഇപ്പോൾ. ചിത്രത്തിലെ ഹീറോയ്ക്ക് അധികാരവും പണവും നേടണം എന്ന ആഗ്രഹമുണ്ടാകുന്നു. അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു. ചെറിയൊരു നേതാവായി തുടങ്ങി ശക്തമായ രാഷ്ട്രീയക്കാരനായി മാറുന്നു. പണം, അധികാരം, സ്വാധീനം എന്നിവ നേരിടുന്നതിൽ മുഴുകിയപ്പോൾ ഭാര്യയുമായുള്ള ബന്ധവും ജീവിതവും മാറി തുടങ്ങുന്നു. അവസാനം അധികാര ലാഭം കാരണം ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നു. വിജയ്ക്ക് സംഭവിക്കുന്നതും ഇതാണെന്ന് പറയുന്നു.